പത്രികയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി പത്രങ്ങളിൽ തിരഞ്ഞെടുപ്പ് വാർത്തകൾക്കിടയിലും നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വാർത്തയാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു പ്രശ്നം. കേരളത്തിൽ 15-നും 29-നും വയസ്സ് മധ്യപ്രായമുള്ള യുവാക്കളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ ഭാരതത്തിലെ ഏറ്റവും അധികം നിരക്ക് കേരളത്തിലാണ്. ഏതാണ്ട് 29%, 30% മറ്റുമാണ് തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത്. ഗുജറാത്ത്, ഹരിയാന, എനിക്ക് തോന്നുന്നു ഡൽഹിയാണ് ഏറ്റവും കുറവ് തൊഴിലില്ലായ്മ നിരക്കുള്ളത്. പക്ഷേ നമുക്കെല്ലാവർക്കും വാസ്തവം പറഞ്ഞാൽ ഒരു അത്ഭുതം ആയിട്ട്, അല്ലെങ്കിൽ ശരിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ് ഇത്രയും വലിയ തൊഴിലില്ലായ്മ നിരക്ക് എന്തുകൊണ്ട് കേരളത്തിലുണ്ടായി എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ലേബർ ഇമ്പോർട്ട് ചെയ്യുന്ന, അന്യദേശത്ത് നിന്നും മൈഗ്രൻ്റ് ലേബറുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്കിപ്പോൾ ഹോട്ടലിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസം സ്ഥലങ്ങളിലൊക്കെ പോയാലും മാനുവൽ ലേബർ, കൺസ്ട്രക്ഷൻ മേഖലകളിലും എല്ലാം തന്നെ ഒരു അന്യദേശത്ത് നിന്ന് വന്ന തൊഴിലാളികളാണ് ഇത് നയിച്ചുകൊണ്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് നിർമ്മാണ പ്രവർത്തനമുള്ള മേഖല. അപ്പോൾ അവിടെ പോലും നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഈ മലയാളികളെ കാണാൻ കഴിയുന്നില്ല. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു വാർത്ത കണ്ടത്, വളരെ ചെറിയൊരു വാർത്തയാണെങ്കിലും, മലയാളികളായ ആളുകളെ വച്ച് നിർമ്മാണ പ്രവർത്തനം ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ അന്യദേശ തൊഴിലാളികൾ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നൊരു വാർത്ത പോലും ഉണ്ടായി. അപ്പം ആ തലത്തിലാണ് നമ്മുടെ ഒരു ലേബർ മാർക്കറ്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റായിട്ടും ലേബർ അവൈലബിലിറ്റി ഉണ്ട്. അതായത് 30% 15-നും 29-നും വയസ്സ് പ്രായമുള്ള യുവാക്കൾക്ക് തൊഴിൽ ഇല്ലാത്ത ഏറ്റവും വലിയ സംസ്ഥാനം, അല്ലെങ്കിൽ ഏറ്റവും അധികമുള്ള സംസ്ഥാനം കേരളമാണ്. അപ്പം നാച്ചുറലി ഇതെന്താണ്, ഒരു കാരണം എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലാണ് ഏറ്റവും വലിയ ലിറ്ററസി ഉള്ളത്, ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരുള്ളത്. അപ്പം നാച്ചുറലായിട്ടും നമ്മുടെ യുവാക്കൾക്ക് ഒരു ലേബർ മാർക്കറ്റ്, അതായത് ഒരു മാനുവൽ ലേബർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാധനം. അപ്പം നമ്മുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പം ഡിഗ്രി ഉള്ളവർ, ഇപ്പോൾ നമുക്കറിയാം ഏതാണ്ട് 100% ആളുകൾ SSLC ജയിക്കുന്നൊരു സംസ്ഥാനം. അതിൻ്റെ കോൺട്രവേഴ്സി അവിടെ നിൽക്കട്ടെ. പക്ഷേ അത് കഴിഞ്ഞ് +1 +2 പഠനങ്ങളും അത് കഴിഞ്ഞുള്ള ഡിഗ്രി പഠനങ്ങളും ഒക്കെ വളരെയധികമുള്ള ഒരു സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിദ്യാർത്ഥികളെ എക്സ്പോർട്ട് ചെയ്യുന്നൊരു സംസ്ഥാനം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംസ്ഥാനത്തിന് എന്തുകൊണ്ട് തൊഴിലില്ലായ്മ ഇത്രയും അധികം? അതായത് 1 in 3, 3 പേരെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരാൾക്ക് തൊഴിലില്ല എന്നുള്ളതാണ് ഈ പീരിയോഡിക് സർവേയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതും അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടതുമാണ്. എന്ത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഒരു ഇന്നത്തെ ചിന്താവിഷയം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അറിയണം. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ ഡൊമെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് ഇവിടുത്തെ ആളുകൾക്ക് മെനക്കെട്ടുള്ളൊരു ജോലി, അതായത് ഒരു ബാക്ക് ഓഫീസ് ജോലി, ഒരു ട്രെയിൻഡായിട്ടുള്ളൊരു ജോലിക്ക് എത്തിപ്പെടാനായിട്ടൊരു വിഷമമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സ്കില്ലിങ്, അതിൻ്റെ ഒരു അഭാവമാണ് ഇവരെ അങ്ങനെയുള്ള ജോലികളിൽ എത്തിപ്പെടാത്തത്. അപ്പോൾ നാച്ചുറലി നമ്മൾ ഒരു റെമിറ്റൻസ് ബേസ്ഡ് എക്കോണമി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് മുഴുവൻ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ, ഒരുപക്ഷെ ആദ്യം സിംഗപ്പൂറും മലേഷ്യയും പോയി, അത് കഴിഞ്ഞ് പിന്നെ സിലോണിൽ, അങ്ങനെ നമ്മളിപ്പം ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ നമ്മുടെ യുവത്വത്തെ എക്സ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് വന്ന ഇൻകം മണി ഓർഡർ എക്കോണമി എന്നോ അല്ലെങ്കിൽ ഒരു RTGS എക്കോണമി എന്നോ ഒക്കെ പറയുന്ന ഒരു എക്കോണമിയിലേക്ക് മാറി. അങ്ങനെ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റൊക്കെ വളരെ വലിയ ഒരു ഇൻഡെക്സ് നമുക്ക് വളരെ അധികം മെച്ചപ്പെടുത്താൻ സാധിച്ചു. പക്ഷെ അത് ഉണ്ടാക്കിയ ഒരു ദോഷം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പരമ്പരാഗതമായ തൊഴിൽ
ചെയ്ത് ജീവിക്കുന്ന ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു വിഭാഗം തന്നെ തുടച്ചു നീക്കപ്പെട്ടു. ഇന്ന് പ്ലംബിംഗ് ജോലിയാണെങ്കിലും ഇലക്ട്രിക്കലാണെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ, കാർപ്പൻട്രി, ഇതൊക്കെ വാസ്തവമായി എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ വേജസ് കിട്ടുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും നമ്മുടെ ആളുകൾക്ക് അതിലേക്ക് തിരിയാനായിട്ടുള്ളൊരു താല്പര്യമില്ലായ്മ ഉണ്ടായി. ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ നിർമ്മാണ മേഖലയിൽ ആളിനെ കൊണ്ടുവരുന്നു, കുറേ കൂടെ ഹയർ ലെവലിലുള്ള ഒരു ജോബ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യണ്ടേ നമ്മുടെ സംസ്ഥാനത്തിൽ? അതിനെന്ത് വേണം? അപ്പോൾ ഇതിനുള്ള മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള തൊഴിലുകൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ യുവാക്കൾ അന്യ സംസ്ഥാനങ്ങളിലും IT മേഖല വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളൊരു മേഖലയാണ്. ഈ IT മേഖലയിലേക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ ടെക്നോളജി പാർക്ക് ഉണ്ടായിരുന്ന തിരുവനന്തപുരം, കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തുണ്ടായിരുന്ന ടെക്നോ പാർക്ക് പോലും വേണ്ട രീതിയിൽ വികസിച്ചിട്ടില്ല. ബാംഗ്ലൂരായി, അല്ലെങ്കിൽ നോയിഡയായി, അല്ലെങ്കിൽ പൂനെയായി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് മാറി. നമ്മുടെ ഏതാണ്ട് 16ാമതായി ആ ടോട്ടൽ ടെക്നോളജി പാർക്കുകളുള്ളതിൽ അതിൻ്റെ ഒരു റാങ്കിങ് നോക്കുകയാണെങ്കിൽ 16ാമതായി. അപ്പോൾ ഇവിടെ അങ്ങനെ നമുക്ക് വലിയൊരു ജോബ് ക്രിയേഷൻ, ഒരു വൈറ്റ് കോളർ ജോബ് ക്രിയേഷൻ അല്ലെ IT മേഖലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈയിടയ്ക്ക് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഈ കേരളത്തിൽ ഉള്ള സാധ്യതകളെപ്പറ്റി നമുക്ക് വിവരിച്ച് തരേണ്ടി വന്നു. അദ്ദേഹം ഹെൽത്ത് കെയർ ആണെങ്കിലും IT മേഖലയാണെങ്കിലും ടൂറിസം ആണെങ്കിലും സ്പിരിച്വൽ ടൂറിസം ആണെങ്കിലും ഇങ്ങനെ പല തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി കേരളത്തിൽ കൊണ്ടുവരാൻ ഒക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം നാച്ചുറലി ഈ പറയുന്ന ഒരു ജോബ് ക്രിയേഷൻ വരണമെങ്കിൽ പോളിസി ലെവലിലുള്ള ഇൻ്റർവെൻഷൻ വേണം, യാതൊരു സംശയവുമില്ല. നമുക്ക് വിഴിഞ്ഞം പോർട്ട് വരുന്നു. അപ്പം വിഴിഞ്ഞം പോർട്ട് വന്ന് ഇവിടെ അതിനുള്ള ബെനഫിറ്റ് ഉണ്ടാകണമെങ്കിൽ, നമ്മൾ അടുത്തൊരു ദുബായ് ആകണമെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടായിരിക്കണം. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ബെറ്റർ ആയിരിക്കണം. ഇവിടെ വരുന്ന ഷിപ്പുകളിലേക്ക് കണ്ടെയ്നറിൽ സാധനം കയറ്റി അയക്കാനും ഇവിടെ ഇറക്കി വയ്ക്കാനുമുള്ളൊരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. അതിന് വെയർ ഹൗസിങ് വേണം. ഇങ്ങനെയുള്ള അപ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ പോലും ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു സർക്കാരിൻ്റെ ഒരു പോളിസി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചുമതലയാണെന്ന് വയ്ക്കാം. പക്ഷേ എന്നാൽ പോലും ഒരു സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങൾ ഒരു സിറ്റിസൺ എന്നുള്ള ഡ്യൂട്ടി എന്താണ് ചെയ്യേണ്ടത്? കാരണം നമുക്ക് പല തലങ്ങളിലും നമ്മൾ ഈ സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥതയെന്നോ അല്ലെങ്കിൽ അലംഭാവമെന്നോ എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു സംരംഭകത്വം, അതായത് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോലി അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് മാറി. ഏതോ സിനിമയിൽ പറയും പോലെ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാൻ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഇന്നത്തെ യുവജനത മാറിയോ? ആസ്പിറേഷൻസ് വളരെ ഹൈ ആണ്. ഈ ആസ്പിറേഷൻസ് വളരെ ഹൈ ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിവിൽ സർവീസും UPSC എക്സാംസും മറ്റുമൊക്കെ എഴുതുമ്പോൾ അവിടെ കിട്ടാവുന്ന അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടാവുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ ചെറുതാണ്. വളരെ ചെറിയ പെർസെൻറ്റേജിലുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ എത്തിപ്പെടാനുള്ളൂ. അപ്പം നമ്മൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു IAS കോച്ചിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയവും പണവും ഒക്കെ നോക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ സക്സസ്ഫുൾ ആകുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആ ഒരു ബേസിക് സ്കിൽ സെറ്റ്സ്, നമ്മുടെ ഒരു ബേസിക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ആ ഒരു ആവശ്യം, ഒരു ആഗ്രഹം അതില്ലാതാകുന്നു. അത് തന്നെയാണ് നമുക്ക് 1 in 3 ഈ 15-നും 29-നും ഇടയിലുള്ള ആളുകൾക്ക് ജോലിയില്ല, തൊഴിലില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ഒരു മലയാളിക്ക് സ്കില്ലില്ല എന്നൊരിക്കലും നമുക്ക് പറയാനൊക്കില്ല. പക്ഷേ ഓഫീസ് ലെവലിലാണെങ്കിലും ബാക്കി മേസണറി അല്ലെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ഇങ്ങനെയുള്ള എല്ലാ സ്കില്ലും വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഇന്ന് സോട്ട് ആഫ്റ്റർ എന്ന് പറയുന്നത് മലയാളി തന്നെയാണ്. അപ്പോൾ മലയാളിക്ക് സ്കില്ലില്ല എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാനൊക്കില്ല. പക്ഷേ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഇതിനുണ്ടായി. അപ്പം നാച്ചുറലായിട്ട് കേരളത്തിലെ ഒരു ആസ്പിറേഷണൽ ഒരു ജനറേഷൻ ടൈം വേസ്റ്റ് ചെയ്യുകയാണോ എന്ന് നമുക്ക് ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഒരുപാട് യുവാക്കൾ ഗിഗ് എക്കോണമി അല്ലെങ്കിൽ ഗിഗ് ജോലികളിലേക്ക് മാറി. ഗിഗ് എന്ന് പറയുന്നത് ഒരു ടെമ്പററിയാണ്. അതായത് ഇപ്പം ടാക്സി ഓടിക്കുക, അല്ലെങ്കിൽ ഈ ഫുഡ് ഡെലിവറി മെക്കാനിസംസ് കൊണ്ടുവരിക, അതിലൊക്കെ
ആയിട്ട് വ്യാപൃതരായി അതൊരു കരിയറായിട്ട് മാറ്റാനുള്ള ഒരു 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 ചേഞ്ച് ഉണ്ടായി. ഇടയ്ക്ക് പത്രങ്ങളിലൊക്കെ വായിക്കുകയുണ്ടായി, നമുക്ക് ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടി യൂണിയനൈസേഷൻ വേണം എന്ന് വരെയുള്ള ഒരു ചിന്ത ഇത് ഉണ്ടായി. അപ്പം ആ തലത്തിലുള്ള ചിന്തയല്ല നമുക്കിന്ന് വേണ്ടത്. അപ്പോൾ എന്താണ് നമുക്കിതിന് വേണ്ടി ചെയ്യാൻ ഒക്കുന്നത്? ഇതിന് വേണ്ടി ചെയ്യാൻ ഒക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ സ്കില്ലിംഗ് തന്നെയാണ്. അപ്പം ഒരു 12ാം ക്ലാസ്സിൽ നിന്ന് സ്കിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുതൽ ഭാരതത്തിൽ സ്കില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള വളരെയധികം ഒരു എഫേർട്ട് അദ്ദേഹം യൂണിയൻ ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ ഈ ചൈനയുടെ മാനുഫാക്ചറിങ് ബേസ് ഭാരതത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഏതാണ്ട് ഈ പറയുന്ന കോടിക്കണക്കിന് യുവജനത 15-നും 29-നുള്ള യുവജനങ്ങളിലെ 30% നീറ്റ് കാറ്റഗറിയിലാണ് എന്നുള്ള ആ ഒരു പ്രശ്നം പരിഹാരമാണ്. നീറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓർ ട്രെയിനിങ്. അപ്പോൾ ഇവരെ ഒന്നും ചെയ്യാതെ ഈ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ഉള്ളതിന് സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പം നാച്ചുറലി നമുക്ക് കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിന് അങ്ങനെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ മേഖലകൾ ഏതാണ്? ഈ മേഖലകളെന്ന് പറയുമ്പോൾ നാച്ചുറലി നമ്മുടെ ഒരു ഹയർ ഒരു എഡ്യൂക്കേഷണൽ സ്റ്റേറ്റസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കുന്ന മേഖലകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എസ്പെഷ്യലി IT ആകട്ടെ, അതുപോലെ നമ്മൾ കോഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ബാക്ക് ഓഫീസ് വർക്ക് മാത്രമായിട്ട് ഒതുങ്ങാതെ ഒരു ഹയർ ലെവൽ ഇന്നൊവേഷൻ, കുറേ കൂടെ പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. 2, ഹെൽത്ത് കെയർ സെക്ടറിൽ നമുക്കിന്ന് ഒരുപാട് പേരുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സെമി സ്കിൽഡ് ആയിട്ടാണെങ്കിൽ, ഇപ്പോൾ നഴ്സിംഗ് അല്ലെങ്കിൽ തന്നെയും നഴ്സിങ്ങിന് താഴെ അതുപോലെ ഒരുപാട് പുതിയ എക്യുപ്മെൻറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയിൽ അതുപോലെ തന്നെ വളരെ സ്കിൽഡായിട്ടുള്ള ആളുകളുടെ ആവശ്യകതയുണ്ട്. ഇതെല്ലാം ഇന്ന് നിറവേറ്റുന്നത് അന്യദേശത്ത് നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ ആ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയിലോട്ട് മാറിയില്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന ഈ ലേബർ ക്ലാസിൻ്റെ അവർ കൊണ്ടുവരുന്നതായ ചില നമ്മുടെ കൾച്ചറൽ ഇൻ്റർഫിയറൻസസ് നമുക്കറിയാം. ഈ ബംഗാൾ എന്ന് പറയുന്നത് ബംഗാളിൽ നിന്ന് വരുന്നതാണോ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നതാണോ നമുക്ക് സംശയമുണ്ട്. അതുപോലെ രോഹിണ്യ അങ്ങനെയുള്ള ഇവിടെ നിന്ന് ഉള്ള ആളുകൾ ഇവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ വരുമ്പോൾ ഇവിടെ നമുക്കൊരു കൾച്ചറൽ ഇൻ്റർവെൻഷൻ ഇവിടെ ഉണ്ടാകുകയും അത് കേരളത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും വരും കാലങ്ങളിൽ എന്നൊരു പഠനം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി ഇവിടുത്തെ ആളുകൾ ജോലി തേടി വിദേശത്ത് പോകുന്നത്, അപ്പോൾ വിദേശ രാജ്യങ്ങളുടെ എക്കോണമിയൊക്കെ നമുക്കറിയാം വലിയ തോതിൽ ഒരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതം വലിയ അടുത്ത ലെവലിലേക്ക് പൊങ്കി വരുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം മുതലെടുത്ത് ഇവിടുത്തെ ആളുകൾ സ്കിൽ ഡെവലപ്മെൻറ്റ് നടത്തി അതിന് വേണ്ട ഒരു സ്വന്തമായി, ഇപ്പം ഗവൺമെൻറ് തന്നെ എല്ലാം ചെയ്യണം എന്ന് പറയുന്നതിനോട് നമുക്കറിയാം അതിൻ്റേതായ ചലഞ്ചസ്. പക്ഷേ ഇന്ന് ഉണ്ടാകുന്ന പ്രോഗ്രാംസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നെ അതിന് വേണ്ട ഒരു വളരെ ശക്തമായൊരു ഇൻ്റർവെൻഷൻ, അത് പേരൻ്റൽ ലെവലിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ലെവലിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ലൈഫ് കോച്ചസ്, സക്സസ് കോച്ച്, ഇപ്പം മോട്ടിവേറ്റ് ചെയ്യുന്നവരൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അധികം എഫർട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറും. അപ്പോൾ ഈ ഓൾഡ് ഏജ് ഹോം നടത്തുമ്പോഴും നമുക്ക് അന്നും ഇവിടുത്തെ ആളുകൾ വേണം, അതിനെ ഒരു കെയർ ഗിവേഴ്സ് വേണം, അതിനുള്ള സപ്പോർട്ട് സർവീസസിന് ആൾ വേണം. ഇവരെയൊക്കെ നമ്മൾ വീണ്ടും ഒരു മൈഗ്രൻ്റ് ലേബറിൽ നിന്ന് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക നില തന്നെ വളരെ ബുദ്ധിമുട്ടാകും. അപ്പം ഇന്നൊവേഷൻ ഉണ്ടാകണം, സംരംഭകത്വം ഉണ്ടാകണം, സ്വന്തമായിട്ട് തൊഴിൽ കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിലേക്കൊക്കെ ഉള്ള ശ്രദ്ധ നമ്മൾ തിരിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ വളരെ ഒരു ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.